ഹായ് സുന്ദരീസ്, ഇന്നെൻ്റെ ക്ലീനിങ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഓരോ ദിവസം ഓരോന്നിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. ഇന്നിപ്പോൾ ക്ലീനിങ് ഡേ ആണെങ്കിൽ പിന്നെ നാളെ ഷൂട്ടിംഗ് ഡേ ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു 10-15 വീഡിയോ ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് വെക്കും. പിന്നെ ഒരു ദിവസം എഡിറ്റിംഗ് ഡേ ആയിരിക്കും. പിന്നെ മീൽ പ്രപ്പ് ചെയ്തിട്ട് ഒരാഴ്ചക്കുള്ള മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യേണ്ടതൊക്കെ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു ദിവസമുണ്ട്. പിന്നെ ബാക്കി ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോരോ കുട്ടി കുട്ടി വർക്കുകളൊക്കെ ചെയ്ത് തീർക്കും. അപ്പോൾ ഞാൻ ആഴ്ചയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതി വെക്കും കേട്ടോ, എന്തൊക്കെയാണ് ഈ ആഴ്ച ചെയ്യാനുള്ളത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ 4-5 മാസമായിട്ട് യോഗ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഫേസ് യോഗയും പഠിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് അങ്ങനെയുള്ള ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട്. ഞാൻ രാവിലെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണത് കുറച്ച് കാര്യമായിട്ട് ചെയ്യും. അത് ഞാൻ ഒരു 7 വർഷമായില്ലേ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിനൊരു എക്സ്പീരിയൻസ് ഉള്ള കാരണം അങ്ങനെ ചെയ്യും. പക്ഷേ യോഗ മെയിനായിട്ടൊരു മെൻ്റൽ പീസിന് വേണ്ടിയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, പിന്നെ ഫേസ് യോഗ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് ഫേസ് യോഗ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചിരി വരെ, എന്നിട്ട് പോസുകൾ ഇതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ. പക്ഷെ പിന്നീട് ഇപ്പോൾ നമ്മൾ നല്ല സ്മൂത്തായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് അധികം നേരമൊന്നുമില്ല കേട്ടോ, ഒരു 20 to 30 മിനിറ്റ് മാക്സിമം അത്രേ ചെയ്യുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മറ്റതിങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇതിന് സമയം കിട്ടുന്നത്. റെഗുലർ ആയിട്ടൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു ബാലൻസിൽ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഞാൻ പഠിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് പ്ലാനിങ് വേണം. ഏകദേശം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഒരു ഐഡിയയിൽ നമ്മൾ എഴുതി വെക്കുകയും നമ്മൾ ജേർണൽ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ സമയം കണ്ടെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതിനുള്ളൊരു മനസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും.